ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു 2-3 ആഴ്ച കൊണ്ട് നമുക്കൊരു 4 കിലോ വരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡയറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് പണ്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ പണ്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും വർക്കൗട്ടും ഡയറ്റൊക്കെ ചെയ്തിട്ട് ഒരു 10-12 കിലോയോളം കുറച്ചിട്ടുണ്ടായിരുന്നു. 74 kg നിന്ന് ഒരു 62 kg വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതും ഡയറ്റ് ചെയ്യുന്നതും ഒക്കെ നിർത്തി. വീഡിയോ ഇടൽ നിർത്തി. ഏകദേശം 1.5 വർഷമായിട്ടോ ഞാൻ വീഡിയോ ചെയ്തിട്ട് പോലും. അപ്പോൾ ഞാൻ വെറുതെ ഡയറ്റ് വർക്കൗട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഫേക്ക് വീഡിയോസ് ഇടുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും ചെയ്യാതിരുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് ഇപ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് വീണ്ടും പഴയ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ വെയിറ്റ് ഇപ്പോൾ വന്നിട്ട് 73.9 kg ആണ് കേട്ടോ. പക്ഷേ ഞാൻ 3 മാസം കൊണ്ട് കുറച്ചത് തിരിച്ച് അത്രയും കൂടാൻ വേണ്ടിയിട്ട് 1.5 വർഷത്തിൽ കൂടുതൽ എടുത്തു കേട്ടോ. അത് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും വർക്കൗട്ടൊക്കെ ചെയ്ത് കുറച്ചത് കൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ആ വെയിറ്റ് തിരിച്ച് വരാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഡയറ്റും വർക്കൗട്ടും ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ചയായി. 3 ആഴ്ച കൊണ്ട് എനിക്ക് 70.1 kg ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 4 kg കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡയറ്റ് വീഡിയോ ആണ്, എന്തൊക്കെയാണ് ഞാൻ കഴിച്ചിരുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് 1-2 മുട്ട പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ഒന്നുമില്ലെങ്കിൽ ബനാന അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ ആപ്പിൾ അതല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് ഇങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ വേറെ കാർബോഹൈഡ്രേറ്റ് കാര്യങ്ങളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അതിൻ്റെ കൂടെ കുറച്ച് നട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അതുപോലെ ഒരു 2 മുട്ട പുഴുങ്ങിയത്, അങ്ങനെ 1-2 മുട്ട പുഴുങ്ങിയത് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ലഞ്ചിന് വന്നിട്ട് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറ് അല്ലെങ്കിൽ ഇപ്പോൾ പുലാവ് ഉണ്ടാക്കുകയാണെങ്കിൽ പുലാവ് അല്ലെങ്കിൽ ചപ്പാത്തി എന്ത് സാധനമാണെങ്കിലും നമ്മൾ അതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക. അപ്പോൾ ചോറ് ഞാൻ പ്ലേറ്റിൽ കണ്ടില്ലേ ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ. കറികൾ നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് തോരനാണെങ്കിൽ കൂടുതൽ എടുക്കാം. അതുപോലെ ഫിഷ് ഫ്രൈ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചിക്കൻ ആണെങ്കിൽ കറി വെച്ചതൊക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത ചിക്കനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. അതുപോലെ പുലാവ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അളവ് കുറച്ച് നിങ്ങൾ കഴിക്കുക. ആ ചോറ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ബിരിയാണിയിലുള്ള ചോറൊക്കെ അതൊക്കെ കുറച്ച് കഴിക്കുക. ചപ്പാത്തി ആണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ കഴിക്കാം. ഞാൻ 2 ചപ്പാത്തി ഇതിൽ കണ്ടില്ലേ, ചപ്പാത്തി അതുപോലെ കറി കുറച്ച് വെജിറ്റബിൾസ്. ചപ്പാത്തി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക. പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ പീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ആലു പറാത്ത കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കേർഡ് അതുപോലെ കുറേ വെജിറ്റബിൾസ്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുമ്പോഴും കാർബ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ ഇടയ്ക്ക് സ്നാക്ക് ചെയ്യുന്നൊരു പരിപാടി എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നട്ട്സൊക്കെ കഴിക്കാം, പക്ഷേ അളവ് കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം, അത് മസ്റ്റാണ്. പിന്നെ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണെങ്കിൽ എൻ്റെ ഡിന്നർ ഞാൻ കഴിച്ച് അവസാനിപ്പിക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കഴിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പനീർ സാലഡ്, പനീറും വെജിറ്റബിൾസും കൂടിയിട്ടുള്ള സാലഡ് യൂസ് ചെയ്യാം. പനീറിൻ്റെ അളവ് കുറയ്ക്കുക, വെജിറ്റബിൾസ് കൂടുതൽ യൂസ് ചെയ്യാം. അതുപോലെ എഗ്ഗ് സാലഡ് യൂസ് ചെയ്യാം. പിന്നെ ചിക്കൻ സാലഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ വെജിറ്റബിൾസ് മാത്രം സാലഡ് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടല്ലോ നിലക്കടലയൊക്കെ വറുത്തിട്ട് ഇട്ടിട്ടുള്ള സാലഡ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ കടല യൂസ് ചെയ്തിട്ടുള്ള സാലഡ്. അതിൽ കടലയുടെയും നിലക്കടലയുടെയും പനീറിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് വെജിറ്റബിൾസ് അധികം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് ചായ ഒരു നേരമെങ്കിലും കുടിക്കുക എന്നുള്ളത് മസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈവനിങ്ങിൽ ഒരു ചെറിയ കപ്പ് ചായ കുടിച്ചിരുന്നു. അത് മധുരം ഇല്ലാതെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മധുരം കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് വല്ലപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ഡയറ്റ് ഫോളോ ചെയ്ത് നോക്ക്. 2-3 ആഴ്ച കൊണ്ട് തീർച്ചയായിട്ടും വെയിറ്റ് കുറഞ്ഞിരിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഈ ഡയറ്റിൻ്റെ കൂടെ തന്നെ ഒരു 1/2 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.